പെണ്ണ് അനുഭവിക്കുന്നതിൻ്റെ ഒരുപാട് ഞാൻ ഇത്രയും ദിവസത്തിൽ അനുഭവിച്ചു കഴിഞ്ഞ് എല്ലാം അവസാനിപ്പിക്കാന്നുള്ളൊരു തീരുമാനത്തിൽ ഏകദേശം ആ ഒരു ഇതുവരെ എന്നെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുമുണ്ട്. എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ആയെന്ന് ആലോചിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നിർത്താതെ ഇങ്ങനെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരിക. ഞാൻ വേണം വെച്ചിട്ട് ചെയ്യാലോ, ഒരു ടിഷ്യൂ കയ്യിൽ ഓൾവേസ് ഉണ്ടാവും, അത് ഇങ്ങനെ തുടച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ടീച്ചർ വരെ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് ചോദിച്ചു, ആക്റ്റീവായിട്ട് ഇരിക്കുന്ന ആളാണ്. ഹായ് ഓൾ, അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇങ്ങനൊരു വീഡിയോ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ്. പക്ഷേ ചെയ്യേണ്ടി വരും എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇത്രയും പെട്ടെന്ന് ചെയ്യേണ്ടി വരും എന്ന് പ്രതീക്ഷിച്ചില്ല. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് കുറച്ച് ചോദ്യങ്ങളുണ്ട് കേട്ടോ. അതായത് ഒരു പെണ്ണിന് വഴിതെറ്റിപ്പോണം അല്ലെങ്കിൽ ചീത്തയായി പോകണം എന്നുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ പുറത്തേക്ക് ഇറങ്ങേണ്ട വല്ല ആവശ്യമുണ്ടോ? നമ്മുടെ കയ്യിൽ ഒരു ഫോണും ഇൻ്റർനെറ്റും ഉണ്ടായാൽ മാത്രം പോരെ. അവരാ വീട്ടിനകത്തിരുന്ന് എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ കാണുന്നു എന്നുള്ളത് നമുക്ക് ആർക്കും കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല. അതിനു വേണ്ടി പ്രത്യേകിച്ച് നമുക്ക് പുറം ലോകത്തേക്ക് ഇറങ്ങി ചെല്ലണം എന്നൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് പറയണം. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ, നോർമലി നമ്മുടെ ഇപ്പോൾ വിവാഹ കമ്പോളത്തിൽ പെൺകുട്ടികളുടെ ഒരു ഇത് പൊതുവെ ഒരു ധാരണ എന്ന് പറയുമ്പോൾ ഒരു 21 വയസ്സാകുമ്പോഴേക്കും ആദ്യത്തെ കുട്ടീനെ പ്രസവിച്ചിരിക്കണം, അല്ലെങ്കിൽ ഒരു 25 വയസ്സാകുമ്പോഴേക്കും പ്രസവിച്ചിരിക്കണം. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു 18 വയസ്സാകുമ്പോഴേക്കും കല്യാണം കഴിക്കണം. പക്ഷെ ഇപ്പോഴത്തെ പെൺകുട്ടികൾ അങ്ങനെയൊന്നല്ല. പക്ഷേ എങ്കിൽ പോലും ഇതെന്തിനാന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പിന്നെ ആരോഗ്യമുള്ള കുട്ടികൾ ഉണ്ടാവില്ല. ഓൾറെഡി അണ്ടങ്ങളൊക്കെ ഉള്ളതാണല്ലോ, അത് ഫിക്സഡും ആണല്ലോ, പുതിയതായിട്ടൊന്നും വരില്ലല്ലോ. അപ്പോൾ ഒരുപാട് വയസ്സായി കഴിഞ്ഞാൽ പ്രസവിക്കാനുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു പെൺകുട്ടീനെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന ആ ഒരു സമയത്ത് അവളുടെ എഡ്യൂക്കേഷൻ ഒരിക്കലും പൂർണ്ണമായിട്ടുണ്ടാവില്ല. പിന്നെ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പ്രസവവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും. പിന്നീടായിരിക്കും അവൾക്ക് പഠിക്കാനുള്ള ഒരു ഇത് വരുന്നതും. അതൊരു പെൺകുട്ടിയുടെ എന്നല്ല, ഒരു മനുഷ്യൻ്റെ ബേസിക് നീഡാണ് എഡ്യൂക്കേഷൻ നമ്മൾ കരസ്ഥമാക്കുക എന്നുള്ളത് അല്ലേ. അപ്പോൾ മക്കളാവുന്നത് നല്ലൊരു കാര്യമാണ്, വലിയൊരു അനുഗ്രഹമാണ്. പക്ഷെ ആ ഒരു അനുഗ്രഹത്തിൻ്റെ പേരിൽ ഈ ഒരു ബേസിക് നീഡ് വേണ്ട വെക്കണം എന്ന് എവിടെയെങ്കിലും നിയമമുണ്ടോ? ചിലർക്ക് പഠിക്കുന്നത് ഇഷ്ടമായിരിക്കാം, ചിലർക്ക് പഠിക്കാതെ ഹാപ്പി ആയിട്ട് വീട്ടിലിരിക്കുന്നതായിരിക്കാം ഇഷ്ടം. പക്ഷെ ഇതൊക്കെ ഒരാളുടെ മനുഷ്യൻ്റെ ഒരു പൗരാവകാശമായിട്ടുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ ആ ഒരു അനുഗ്രഹത്തിൻ്റെ പേരിൽ ഇപ്പോൾ മക്കളുണ്ട്, അവരെ നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പഠിക്കാൻ പോകാൻ പാടില്ല എന്നുണ്ടോ? അല്ലെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ, മക്കളുള്ള സ്ത്രീകൾ ആരും തന്നെ പുറത്തേക്ക് ഇറങ്ങാറില്ലേ? അവർക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഈ മക്കൾ വഴിതെറ്റിപ്പോവും, അമ്മയുടെ സ്നേഹം കിട്ടിയില്ല, അങ്ങനെ പോവും അങ്ങനെ വല്ലതും ഉണ്ടോ? ഇതിപ്പോൾ ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയുകയാണെന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. എനിക്ക് പിന്നെ അങ്ങനത്തെ അനുഭവങ്ങളേ ഇല്ലല്ലോ. ഞാൻ ഭയങ്കര എല്ലാ സപ്പോർട്ടും കൊണ്ട് ഇങ്ങനെ അർമാദിച്ച് നടക്കുന്ന ഒരാളാണല്ലോ. ചിലപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഈ ഒരു കുറച്ച് കാര്യങ്ങൾ ഉപകാരപ്പെടും എന്ന് വിചാരിച്ചു. ആരെങ്കിലുമൊക്കെ പുസ്തകത്തിൽ എഴുതി വെച്ച കാര്യങ്ങൾ വായിക്കുന്നതിനേക്കാളും നല്ലതായിരിക്കും ചിലരുടെ ജീവിതാനുഭവങ്ങളിൽ പറയുന്നത് കേൾക്കുമ്പോൾ അത് പെട്ടെന്ന് അവരുടെ ലൈഫായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് ജസ്റ്റ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ ഇപ്പോഴത്തെ കുറേ റൊട്ടീന് കാര്യങ്ങൾ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പം അത് പറയുന്നതിന് തൊട്ട് മുമ്പ്, അതിന് മുമ്പത്തെ എൻ്റെ ഒരു ലൈഫ് എന്ന് പറയുമ്പോൾ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയും. ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 5-6 കൊല്ലമായിട്ട് കണ്ടിന്യൂസ്ലി എനിക്ക് പ്രോപ്പർ സ്ലീപ്പ് കിട്ടാറില്ല, ഉറക്കം കിട്ടാറില്ല. അതിൻ്റെ പ്രോബ്ലം എനിക്ക് നല്ലോണം ഇപ്പോൾ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഈ കണ്ണിപ്പോൾ ചെറുതാണ്, ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ കണ്ണ് ചെറുതാണ്. ഇവിടെ കുറച്ച് പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതിലും ഉണ്ടില്ല എന്നല്ല. വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ കണ്ണിങ്ങനെ പുക വരുന്ന പോലെ തോന്നും, ഭയങ്കര നീറ്റലായിരിക്കും, കണ്ണ് കുറച്ച് നേരം ഇങ്ങനെ അടച്ചിരിക്കേണ്ടി വരും. അങ്ങനത്തെ കുറേ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് ഈ 6-7 വർഷമായിട്ട്. അതിന് മുമ്പ് നല്ലോണം ഉറങ്ങി അങ്ങനെ ജീവിച്ചു എന്നല്ല, എങ്കിൽ പോലും ഭയങ്കര ഹെവി ആയിട്ട് എനിക്ക് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുള്ള, കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിട്ടുള്ള കുറച്ച് വർഷങ്ങളാണ്. എൻ്റെ ഒരു ലൈഫ് റൊട്ടീൻ എന്ന് പറയുമ്പോൾ, രാവിലെ തുടങ്ങിയ പണികൾ രാത്രി 3-3:30 വരെ ഒക്കെ എൻ്റെ ജോലികളുണ്ടാവും. ചിലപ്പോൾ 2 മണിക്കൂർ മാത്രം ഉറങ്ങുന്ന ദിവസങ്ങളുണ്ടാവും.
തീരെ ഉറങ്ങാത്ത ദിവസങ്ങളും എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഡിപ്രഷൻ സ്റ്റേജ് വരെ പോയിട്ടുണ്ട്. സൂയിസൈഡൊക്കെ ചെയ്യാൻ വരെ തോന്നിയ കുറേ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഞാൻ എങ്ങനെ ഓവർകം ചെയ്തു എന്ന് വെച്ചാൽ, ഞാനൊരു ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ എനിക്ക് എന്ന് പറയുന്നത് ഒരിക്കലും എൻ്റെ ഒരു അഹങ്കാരം കൊണ്ടാണെന്ന് വിചാരിക്കരുത്. ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഗൈസ്. ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ പറയേണ്ടി വരുന്നത്. നമ്മൾ ചെയ്തൊരു കാര്യം നമ്മൾ ചെയ്തു എന്നല്ലേ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ അഹങ്കാരം കൊണ്ടോ ഒന്നല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കരുത് കേട്ടോ. അപ്പോൾ എനിക്കൊരു ഗോള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്ര ഇതാവും, അതായത് നമ്മളെങ്ങനെ ജീവിക്കണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. അതിനനുസരിച്ച് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടുണ്ടായിരുന്നു. നല്ലൊരു വീട്, സമാധാനപരമായിട്ടുള്ള കുടുംബം, കുട്ടികൾ, അവർക്ക് നല്ല ഭക്ഷണം, നല്ല എഡ്യൂക്കേഷൻ, സമൂഹത്തിൽ അന്തസ്സായിട്ടുള്ള രീതിയിൽ ജീവിക്കുക എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ തന്നെ കഷ്ടപ്പെടണം. നമ്മൾ ആഗ്രഹിച്ചിട്ട് നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വരും, അല്ലെങ്കിൽ ആരെങ്കിലും കയ്യിലുള്ള പൈസ കണ്ടിട്ട് അവർ നമ്മളെ സഹായിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ആ വിചാരിക്കുന്ന പോലെ തന്നെയായിരിക്കും ലൈഫ് പോകുന്നത്. ഒന്നും നമുക്ക് നേടാനായിട്ട് പറ്റില്ല. അതേസമയം നമ്മൾ ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കത് നേടാനായിട്ട് പറ്റും. അപ്പോൾ അതിനും വേണ്ടിയിട്ടുള്ള ഓട്ടമായിരുന്നു എനിക്ക് ഈ ഒരു 5-6 അല്ലെങ്കിൽ ഒരു 7 കൊല്ലം എന്ന് പറയുന്നത്. ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ഉറക്കമുണ്ടാവില്ല, ഭക്ഷണം ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല, കരച്ചിലൊഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടാവില്ല. അങ്ങനെ ഒരുപാട് സ്ട്രഗിൾസ് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. ആ സമയത്തൊന്നും എൻ്റെ ആരോഗ്യത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ എൻ്റെ സാമ്പത്തിക പ്രയാസങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും തന്നെ കൺസേൺ അല്ലാത്ത അല്ലെങ്കിൽ ബോധേഡല്ലാത്ത കുറച്ച് ആൾക്കാർക്ക് ഇപ്പോൾ എൻ്റെ കാര്യങ്ങളെക്കുറിച്ചിട്ട് ഭയങ്കര ബോധേഡാണ്. ഞാൻ ഓവർ സ്ട്രെസ് എടുക്കുന്നു, അതായത് എനിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ, എൻ്റെ സ്വന്തം, ബാക്കി എല്ലാവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിയതിന് ശേഷം, അതായത് ഞാൻ പറഞ്ഞല്ലോ ഈ രാവിലെ ഷൂട്ട് കാര്യങ്ങൾ, ഇതിൻ്റെ ഇടയിൽ ബിസിനസ് കാര്യങ്ങൾ, ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. എനിക്ക് യൂട്യൂബ് മാത്രം വിശ്വസിച്ചിട്ട് നമുക്ക് ഒരിക്കലും ജീവിക്കാനും പറ്റില്ല. ഇപ്പോഴും ഞാൻ യൂട്യൂബിനെ മാത്രം പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ഒരാളേ അല്ല. ബിസിനസ് കാര്യങ്ങളൊക്കെ കൂടെ കൊണ്ടുപോകണം. ഇപ്പോൾ കുറച്ച് തകർച്ചയിലൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ നമ്മൾ വീണ്ടും അത് റീസ്റ്റാർട്ടൊക്കെ ചെയ്യും. അപ്പോൾ ആ ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്നും എനിക്ക് വലിയ മാറ്റങ്ങൾ, വലിയ സുഖിച്ച് ജീവിക്കുന്നതിൽ നിന്നും പെട്ടെന്ന് നമ്മൾ സ്ട്രെസ്സിലേക്ക് തള്ളപ്പെടുക അല്ലെങ്കിൽ ബിസി ആവുക എന്ന് പറയുന്നതും, ഓൾറെഡി നമ്മൾ ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നത്. അത് ഇത്രയും കാലം ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്, ഈവൻ നമ്മുടെ മക്കൾക്ക്, എൻ്റെ ഹസ്ബൻഡിന്, എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ബുദ്ധിമുട്ടി ജീവിച്ചു. ഇപ്പോൾ പക്ഷെ അതിൽ നിന്നും ചെറിയൊരു മാറ്റം വരുത്താനായിട്ട് തീരുമാനിച്ചു. അതായത് എനിക്ക് പഠിക്കണം, എനിക്ക് സെൽഫായിട്ട് എൻ്റെ എഡ്യൂക്കേഷൻ കാര്യങ്ങൾ, എൻ്റെ അറിവ്, നോളേജ് ഒക്കെ എന്നിലേക്ക് കുറച്ച് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ പഠിക്കാനായിട്ട് ഇറങ്ങിയത്. അത് എനിക്കിപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം പഠിക്കണം എന്ന് തോന്നി പിറ്റേ ദിവസം ഞാൻ പോയിട്ട് കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നതോ ഒന്നും തന്നെയല്ല. എത്രയോ കൊല്ലങ്ങളുടെ, അതെ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 18 20 കൊല്ലത്തിൻ്റെ എൻ്റെ ഒരു ആഗ്രഹമാണ് അത്. ആ ഒരു ആഗ്രഹം ഞാനിപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് 7-8 മാസമായിട്ട് ഇതിൻ്റെ പുറകിൽ ഭയങ്കരമായിട്ടുള്ള ഹാർഡ് വർക്ക് ഉണ്ട്. പക്ഷെ അത് ഞാൻ പുറത്ത് പറഞ്ഞില്ല. നമ്മുടെ നല്ലൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങൾക്ക് ചുറ്റും ചിരിച്ചു നിൽക്കുന്ന പല മുഖങ്ങളും സത്യമല്ല. അവർ ചിരിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളുകളിൽ നമ്മൾ ഒരിക്കലും നന്നാവണം എന്നുള്ളത് ആയിരിക്കില്ല. അപ്പോൾ പറയരുത്, ആരോടും പറയാതെ വേണം അതിന് വേണ്ടിയിട്ടുള്ള പണികൾ നമ്മൾ എടുക്കാനും വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്കും അറിയാം. അപ്പം ഫസ്റ്റ് ഞാൻ അതിന് വേണ്ടിയിട്ട് ചെയ്തൊരു കാര്യം എന്ന് പറയുമ്പോൾ, എനിക്ക് ആ സമയത്ത് 1.5 വയസ്സായിട്ടുള്ള കുട്ടിയാണ്, പാൽ കുടിക്കുന്നതാണ്. പോകാനാണെങ്കിൽ നല്ല ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തു ക്ലാസ് നേരത്തെ സ്റ്റാർട്ട് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ 1.25 വയസ്സൊക്കെ ആവുമല്ലോ. അപ്പോൾ അതിനും വേണ്ടിയിട്ട് പാലുകൂടി നിർത്തണം എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലെ പാൽ കൊടുത്തിട്ട് പോവുക, അതേപോലെ വൈകുന്നേരം വന്നിട്ട് പാൽ കൊടുക്കുക, അതുവരെ ഇടയിൽ ടൈം ഉണ്ടല്ലോ. പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ കുട്ടീനെ നോക്കുന്ന ഒരു കാര്യമായിരുന്നു. കുട്ടീനെ ആര് ആ ഒരു സമയത്ത് ടേക്ക് കെയർ ചെയ്യും. ഇനി ഒരു കാര്യം അതിൻ്റെ ഇടയിൽ എന്ന് പറയുമ്പോൾ, ഞാൻ സാധാരണ ചെയ്യുന്ന പണികൾ എന്ന് പറയുമ്പോൾ രാവിലെ ഫുഡ് കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നു, പിന്നെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. കുട്ടികൾ ഇതിൻ്റെ ഇടയിൽ സ്കൂളിലേക്ക് പോകും. ബാക്കിയുള്ള 4 മക്കളും സ്കൂളിൽ പഠിക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികൾ സ്കൂളിലേക്ക് പോകും. അതിൻ്റെ ഇടയിലുള്ള എൻ്റെ വർക്ക്സ്, എഡിറ്റിങ് കാര്യങ്ങൾ, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു സംഭവമാണ് 4 മണി വരെ ഞാൻ ഒഴിവാക്കിയിട്ട് ക്ലാസ്സിലേക്ക് പോകാമെന്നുള്ള തീരുമാനം എടുക്കുന്നത്.
ഈ ജോലി ഞാൻ തന്നെ ചെയ്യേണ്ട ജോലികളാണ്. പക്ഷേ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓൾട്ടർനേറ്റീവായിട്ട് ആരെങ്കിലും ഏൽപ്പിക്കാൻ പറ്റുന്നതും, അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരു നേരത്തെ എണിച്ച് പണികളൊക്കെ ചെയ്യുന്ന ഒരു ലേഡിയെ സംബന്ധിച്ചിടത്തോളം അത്രയും ടൈം ശരിക്കും പറഞ്ഞാൽ കുറേ മൊബൈൽ നോക്കിയിട്ടും അങ്ങനെയും ഇങ്ങനെയും ഒക്കെ കളയുന്ന കുറച്ച് സമയങ്ങളും കൂടിയാണ്. അത് കുറച്ച് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റാം എന്നുള്ളൊരു തീരുമാനമായിരുന്നു ഞാൻ എടുത്തത്. അതിനു വേണ്ടിയിട്ട് എൻ്റെ ബാക്കിയുള്ള കുറച്ച് പണികൾക്ക് ഞാൻ എക്സ്ട്രാ ഒരു സാലറി കൊടുത്തിട്ട് ഒരാളെ നിർത്തുക എന്നുള്ളതാണ് എനിക്കുള്ള ഓപ്ഷൻ. ഓക്കെ, കാരണം കുട്ടികളില്ല, ആ സമയത്ത് കുട്ടികളില്ല. അവർ വരുന്നവരെയും അവരെയും ഓർത്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ കാത്തിരുന്നുകൊണ്ട് നമുക്കൊന്നും പ്രത്യേകിച്ചൊന്നും നേട്ടം കുട്ടികൾക്കോ നമുക്കൊന്നും ഉണ്ടാവാനായിട്ടില്ല. ശരിക്കും ബുദ്ധിയോടുകൂടെ ആലോചിച്ചാലും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ആ ഒരു സമയം എനിക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഭാവിയിൽ എൻ്റെ മക്കൾക്കും അഭിമാനത്തോടു കൂടെ പറയാം, അല്ലെങ്കിൽ ധൈര്യത്തോടു കൂടെ ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ എൻ്റെ അമ്മ ഇതേ ഇന്നൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് മാറാൻ ആ ഒരു സമയം എന്തുകൊണ്ട് നമുക്ക് ഉപയോഗിച്ചുകൂടാ എന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ വീണ്ടും പഠിക്കാനുള്ള ആ ഒരു തീരുമാനം എടുക്കുന്നത് പോലും. അത് മാത്രമല്ല, എൻ്റെ ക്യാരക്ടറിൽ തന്നെ എനിക്ക് ധൈര്യം വരാനും നോ പറയേണ്ട ഭാഗത്ത് സ്ട്രോങ് ആയിട്ട് നോ പറയാനും പിടിച്ചു നിൽക്കാനും ഒക്കെ പറ്റാൻ എനിക്ക് കുറച്ച് എന്താ പറയുക, എന്നിലേക്ക് കുറച്ച് കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഒറ്റപ്പെട്ടു എന്ന് തോന്നിയ സമയത്ത് എനിക്കിനി കൂട്ടിന് അല്ലെങ്കിൽ ധൈര്യത്തിനൊരു സംഭവം വേണം എന്നൊക്കെ തോന്നിയ സമയത്താണ് ഞാൻ ഈ ഒരു LLB എന്നുള്ള ഒരു സംഭവം തന്നെ ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ ചെയ്തത്, എൻ്റെ കുട്ടീനെ നോക്കാനും വേണ്ടിയിട്ട് എനിക്ക് ആൾ വേണം. ഓക്കെ, അതിന് ഞാൻ ഈ 7-8 മാസം മുമ്പ് തന്നെ ആളെ സെറ്റാക്കി ട്രെയിൻ ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ മോളുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് പോകുന്ന രീതിയിൽ ഞാൻ എനിക്ക് വേണ്ടപ്പെട്ട ആരെയും എൻ്റെ പഠനത്തിനും വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ അതിനും വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇനിയൊരു കാര്യം എന്ന് പറയുമ്പോൾ, അവൾക്ക് 3 വയസ്സായി കഴിഞ്ഞാൽ പ്ലേ സ്കൂളിൽ നോർമലി എല്ലാവരും അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരെങ്കിലും വിടും. എൻ്റെ ഹെയ്സൂനെയും ഞാൻ ആ ഒരു വയസ്സിൽ പ്ലേ സ്കൂളിൽ വിട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വർഷമാണ് അവൾക്ക് എന്നെ മിസ് ചെയ്യുന്ന ആ ഒരു കുറച്ച് ടൈം. അതിൽ വന്നിട്ട് രാവിലെ അവളൊരു 10 മണിക്ക് എണിക്കുന്നു എന്ന് വെക്കും. 10 മണിക്ക് എണിച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുന്നു. എൻ്റെ ഹസ്ബൻഡ് വീട്ടിലുണ്ടാവും, എനിക്ക് വേണ്ടിയിട്ട് വീട്ടിലിരിക്കുന്നതല്ല. ഓൾറെഡി 10-12 മണിക്കാണ് ഇവിടെ നിന്ന് ഇറങ്ങുള്ളൂ. ആ ഒരു സമയം വരെയും അവൾക്ക് ആ ഒരു പ്രോബ്ലം ഇല്ല. അത് കഴിഞ്ഞാൽ അവൾ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എണീക്കുന്നത് 3 മണി ആ ഒരു സമയത്തായിരിക്കും. 3:30-4 മണിയാകുമ്പോഴേക്കും ഹെയ്സും ചുച്ചും എൻ്റെ ഹസ്ബൻഡും കൂടെ വരും. അപ്പോൾ അവൾക്ക് ഞാനില്ലാത്ത ആ ഒരു ടൈം കുറച്ച് മാത്രമേ ഉള്ളൂ അല്ലേ. അതിനു വേണ്ടിയിട്ട് എൻ്റെ വലിയൊരു ഡ്രീം മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ പേര് പറഞ്ഞുകൊണ്ട് എക്സ്ക്യൂസസ് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു ഡ്രീം മാറ്റി വയ്ക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ല. പക്ഷേ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് കുറേ നമ്മുടെ അതുവരെയും നമ്മൾ ബുദ്ധിമുട്ടുമ്പോൾ ഇല്ലാതിരുന്ന കുറേ ആൾക്കാരൊക്കെ വരും. ഓക്കെ, അത് മാത്രമല്ല, കുറച്ച് കമൻസും ഉണ്ടായിരുന്നു. എന്താ പറയുക, ആണുങ്ങളെ കാണാൻ വേണ്ടിയിട്ട് കോളേജിലേക്ക് പോകുന്നു, ആ ഇക്ക പാവം എന്ന രീതിക്കൊക്കെ ഉണ്ടായിരുന്നു. ആണുങ്ങളെ കാണാൻ കോളേജിലേക്ക് പോകണം എന്നൊന്നുമില്ല. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ കമൻറ്റും റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ഫോൺ ഉണ്ടായാൽ പോരെ, എത്ര ആണുങ്ങളെ കാണാൻ പറ്റും, എത്ര പേരോട് സംസാരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഒരാളും അറിയാതെ. ഈ പബ്ലിക്കായിട്ട് പോയിട്ട് ഒന്നാമത്തത് അവിടെ ആണുങ്ങളെന്ന് പറയാനുള്ളതൊന്നല്ല, ചെറിയ കുട്ടികളാണ് ക്ലാസ്സിലൊക്കെ ഉള്ളത്, 18ഉം 20ഉം ഒക്കെ വയസ്സുള്ളത്. എനിക്ക് 35 വയസ്സാണ്. അല്ലെങ്കിൽ ഈ ആണുങ്ങളെ ആദ്യമായിട്ട് കാണുന്നവർ ഈ ആക്രാന്തം പിടിച്ച് ചാടിപ്പോണ പോലെ ആണെന്ന് അവർ വിചാരിച്ചിട്ടുണ്ടാവോ? നമ്മളെന്താ ആണുങ്ങളെ കാണാത്തതാണോ? അതെന്താ അവരെന്താ അന്യഗ്രഹത്തിൽ വന്ന ജീവികളാണോ ഈ ആണുങ്ങളെന്ന് പറയുമ്പോൾ? ആണുങ്ങളെ കാണുമ്പോഴേക്കും ഇങ്ങനെ ആക്രാന്തം പിടിച്ച് ചാടിപ്പോവാൻ മോശം ലാംഗ്വേജ് അല്ലേ ഇതൊക്കെ യൂസ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പുറകെ നടന്നു കഴിഞ്ഞാൽ വീഴും വളയും, എന്തുവാ ഇതിനൊക്കെ, അല്ലെങ്കിൽ ഒളിച്ചോടൽ, ഇതിനൊക്കെ ഇതാണോ ഒരു ഓപ്ഷൻ? ഒരു ലേഡിക്ക്, ഒരു പ്രായപൂർത്തിയായിട്ടുള്ള ഒരു ലേഡിക്ക്, ഇനിയിപ്പോൾ വിവാഹം കഴിച്ചതാണെങ്കിലും അല്ലെങ്കിലും അവരുടെ നിലവിലുള്ള ഒരു ജീവിതത്തിൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ലയെന്നുണ്ടെങ്കിൽ എന്തിനാ ഒളിച്ചോടേണ്ട ആവശ്യം? ഒളിച്ചോടിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന നാണക്കേടും അപമാനത്തിനേക്കാളും എത്രയും നല്ലതല്ലേ നല്ല രീതിക്ക് പിരിഞ്ഞിട്ട് വേറെ വിവാഹം കഴിക്കുന്നത്? പൊട്ടത്തരാണ് ഈ ഒളിച്ചോടുന്നവരൊക്കെ ചെയ്യുന്നത്. ശരിക്കൊന്ന് ചിന്തിച്ച് നോക്കൂ. എന്തായാലും നാട്ടുകാരെന്തെങ്കിലുമൊക്കെ പറയും. അപ്പം അതിനേക്കാളും നല്ലത്
നിയമപരമായിട്ട് ആ കാര്യങ്ങൾ ഇതാക്കിയാൽ പോരെ, അതിനെന്തിനാ പൊളിച്ചോടണം? ആരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യും? ഒരു സ്ത്രീ പുറത്തിറങ്ങുമ്പോഴേക്കും ഒരാണിനെ കാണുമ്പോഴേക്കും അവൾക്ക് എന്തെങ്കിലുമൊക്കെ തോന്നും, അവൾ ഒളിച്ചോടും അല്ലെങ്കിൽ മക്കളെ വിട്ടിട്ട് പോകുന്നൊക്കെ ചിന്തിക്കുന്നത് തന്നെ ഏറ്റവും വലിയ പൊട്ടത്തരാണ്. അപ്പോൾ എൻ്റെ മോളെ ആ ഒരു അറ്റ്മോസ്ഫിയറായിട്ട് സെറ്റാക്കാനും വേണ്ടിയിട്ട് 7-8 മാസം ഞാൻ കാര്യമായിട്ടുള്ള പണികൾ ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നെക്കുറിച്ച് എനിക്ക് പഠിക്കാൻ പറ്റുമോ ഇല്ലേ, എനിക്ക് എഴുതാൻ പറ്റുമോ, കാരണം ലെക്ചർ നോട്ടൊക്കെ സ്പീഡിൽ എഴുതിയിട്ട് പോകണം, ഇങ്ങനത്തെ കുറേ ടെൻഷൻസ് എനിക്കുണ്ടായിരുന്നു. അതിനും വേണ്ടിയിട്ട് ഞാൻ എഴുതാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ 7-8 മാസത്തിൽ എൻ്റെ കൈയൊക്കെ ഇങ്ങനെ വരയ്ക്കുന്നുണ്ടായിരുന്നു, എനിക്ക് ശരിക്കും കിട്ടുന്നില്ല. ആ ഒരു പ്രോബ്ലംസ് മാറാനും വേണ്ടിയിട്ട് ഞാൻ അതും ചെക്ക് ചെയ്ത് നോക്കി എന്നെക്കൊണ്ട് കഴിയുമോ എന്നുള്ളത്. പിന്നുള്ളത് എന്ന് പറയുമ്പോൾ എക്സാമിൽ എനിക്ക് പാസ്സാവാൻ പറ്റുമോ എന്നുള്ള അടുത്തൊരു സംഭവമായിരുന്നു. അത്യാവശ്യം നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അത്യാവശ്യം കുറച്ച് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പറ്റും, നമുക്ക് പാസ്സാവാൻ പറ്റും എന്നുള്ള ഒരു ഉറപ്പും കൂടെ എനിക്ക് കിട്ടി. പിന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു പേടി എനിക്കുണ്ട്. അതിന് മാത്രം ഇതുവരെയും എനിക്ക് ആൻസർ കിട്ടിയിട്ടില്ല. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ, അതിന് മുമ്പ് തന്നെ 1.5 മാസം ആകുമ്പോഴേക്കും ഞാൻ അനുഭവിക്കുന്ന ഒരു പെണ്ണ് അനുഭവിക്കുന്നതിൻ്റെ ഒരുപാട് ഞാൻ ഇത്രയും ദിവസത്തിൽ അനുഭവിച്ചു കഴിഞ്ഞ് എല്ലാം അവസാനിപ്പിക്കാന്നുള്ളൊരു തീരുമാനത്തിൽ ഏകദേശം ആ ഒരു ഇതുവരെ എന്നെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുമുണ്ട്. പക്ഷെ ഇപ്പോഴും ഞാനൊരു പിടിവള്ളിക്കും വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്. കാരണം ഞാനായിട്ട് എടുക്കുന്ന ഒരു തീരുമാനവും ഈ പ്രഷർ കാരണം നമ്മൾ എടുക്കുന്ന തീരുമാനവും നമ്മുടെ ജീവിതത്തിനെ വല്ലാതെ മാറ്റിമറിക്കും. നമുക്ക് പല രീതിയിൽ പ്രതികാരം ചെയ്യാനും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിലപ്പോൾ തോന്നാമല്ലേ. പക്ഷെ ഞാൻ എന്തിനാ ഇപ്പം ഇതൊക്കെ പറയണമെന്ന് വെച്ചാൽ, ഈ സമൂഹം അങ്ങനെയാണോ? ഈ സമൂഹത്തിൽ നമുക്ക് വേണ്ടി എന്ന് പെണ്ണെന്ന് പറഞ്ഞാൽ സാക്രിഫൈസ് ചെയ്യേണ്ട ഒരു വസ്തു. അതായത് ഈ ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ആണുങ്ങൾക്ക് മാത്രമുള്ളതാണ്. ഞാൻ ഇതുവരെ മനസ്സിലാക്കിയതിൽ എനിക്ക് ആൾക്കാരുടെ റിയാക്ഷൻസ്, കമൻസ് എല്ലാം കാണുമ്പോൾ ഈവൻ സ്ത്രീകൾ വരെ ചിന്തിച്ച് വെച്ചിരിക്കുന്നത് ഈ ഭൂമി എന്ന് പറഞ്ഞത് ആണുങ്ങൾക്ക് നല്ല രീതിയിൽ അവരാഗ്രഹിക്കുന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കാനും, അതായത് ഒരു ആണിന് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ വരുന്ന വലിയ വലിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പക്ഷെ ഒരു പെണ്ണിന് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ജീവിതത്തിൽ വരുന്ന വലിയ വലിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അതുവരെ ഉണ്ടായിരുന്ന അവളുടെ എല്ലാ ഫ്രണ്ട്ഷിപ്പ്, അവളുടെ ഫാമിലി എല്ലാം തന്നെ മാറുകയാണ്. ഒരൊറ്റ നിമിഷത്തിൽ പ്രയോറിറ്റി അടക്കം മാറുകയാണ്. കൂടുതലായിട്ട് പ്രയോറിറ്റി കൊടുക്കേണ്ടത് പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർക്ക്, മര്യാദ കൊടുക്കേണ്ടത്, മറ്റത് മറിച്ചതെന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഫ്രണ്ട്സ് സർക്കിൾ ഒന്നും തന്നെ ഇല്ലാതാവുകയാണ് അല്ലേ. പിന്നെ അത് കഴിഞ്ഞാൽ അടുത്തത് ഞാനീ പറഞ്ഞ പോലെ ഈ ഭൂമി ആണുങ്ങൾക്കുള്ളതാണ്. അവർക്ക് ഒരു 20-25 വയസ്സായി കഴിഞ്ഞാൽ കല്യാണം കഴിക്കാൻ, സന്തോഷമായി ജീവിക്കാൻ ഒരു പെണ്ണ് വേണം. ആ പെണ്ണ് എന്ത് പഠിച്ചിട്ടുണ്ടെന്നോ പഠിച്ചിട്ടില്ലാന്നോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പിന്നീട് അവളുടെ ആഗ്രഹങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അവളെ വിവാഹം കഴിച്ച് കൊണ്ടുവരിക, അവരുടെ സന്തതികൾ അല്ലെങ്കിൽ പാരമ്പര്യം നിലനിർത്താനും വേണ്ടിയിട്ട് അവൾ പ്രസവിക്കുന്നു. അതിനുശേഷം ആ മക്കളെ നല്ല രീതിക്ക് നോക്കുന്നു. ഇതിലെവിടെയെങ്കിലും ഈ സ്ത്രീക്ക് ആരെങ്കിലും എന്തെങ്കിലും അപ്രിസിയേഷൻ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? നീ എൻ്റെ മക്കളെ നോക്കുന്നു, അല്ലെങ്കിൽ നീ എനിക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്നു, അല്ലെങ്കിൽ നീ എൻ്റെ ഫാമിലിയിൽ നല്ല രീതിക്ക് നോക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഒരു പെണ്ണിൻ്റെ കടമയായിട്ടാണ് കാണുന്നത്. പക്ഷേ എക്സെപ്ഷൻസ് ഉണ്ട്. കുറേ ഫാമിലി നല്ല രീതിക്ക് സ്ത്രീയുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അല്ലെങ്കിൽ അവളും ഒരു മനുഷ്യനാണെന്ന് കണക്കാക്കിയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അല്ലാത്ത കുറച്ച് സ്ത്രീകളാണ് തൻ്റെ അവകാശങ്ങൾക്കും വേണ്ടിയിട്ട് പോരാടാനും പുറത്തിറങ്ങാനും അതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടാനും യുദ്ധം ചെയ്യാനും വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. യുദ്ധം എന്ന് പറയുമ്പോൾ വാളെടുത്ത് ചെയ്യുന്നത് മാത്രമല്ല യുദ്ധം, മനസ്സുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ്സും എല്ലാം തന്നെ അതിൽ പെടും. എതിർക്കാൻ അതുവരെ ഉണ്ടാവാത്ത, നമ്മളെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരുപാട് പേര് ഇറങ്ങി വരും. അത് ഞാൻ പറഞ്ഞത്, ഇത്രയും കാലം ഞാൻ അനുഭവിച്ച പ്രയാസങ്ങൾക്കോ ബുദ്ധിമുട്ടിനോ എൻ്റെ ശരീരം അല്ലെങ്കിൽ എൻ്റെ ആരോഗ്യം പോലും നോക്കാതെ, ഉറക്കം പോലും നോക്കാതെ ഓടി നടന്ന് പൈസ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് കടങ്ങളൊക്കെ തീർത്ത് അങ്ങനെ ഉറക്കമില്ലാതെ നടന്നപ്പോഴൊന്നും എന്നെക്കുറിച്ച് കൺസേൺ അല്ലാത്ത കുറേ ആൾക്കാർ എന്തിനാണ് ഇത്രയും സ്ട്രെസ് എടുക്കുന്നത്, അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നത് എപ്പോഴാണെന്നറിയോ? എനിക്കെന്ന് വേണ്ടിയിട്ട് കുറച്ച് സമയം, എനിക്കെന്ന് വേണ്ടിയിട്ട് കുറച്ച് പൈസ, എനിക്കെന്ന് വേണ്ടിയിട്ട് എൻ്റെ ജീവിതത്തിൽ നിന്നും കുറച്ച് വർഷങ്ങൾ അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ ഞാൻ എടുക്കുന്ന സമയത്ത് എവിടേക്കോ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ, അടക്കാൻ പറ്റാത്ത
അസൂയ പുറത്തേക്ക് വരിക. സാധാരണ ഈ അസൂയ കാണിക്കലൊക്കെ നാണക്കേടുള്ളൊരു സംഭവമായിരുന്നു. എനിക്ക് അസൂയ ഉണ്ട്, ആ ആൾ ഇങ്ങനെ ഉള്ളത് എന്ന് പറയാൻ. പക്ഷേ ഇപ്പോൾ കമൻറ്റ് സെക്ഷനിൽ കണ്ടിട്ടുണ്ടോ എത്ര ഓപ്പൺ ആയിട്ടാണ് അവർ പറയുന്നത്, എത്ര വൾഗറായിട്ടാണ് അവർ അവരുടെ മനസ്സിലുള്ള ആ ഒരു വിഷം ചീറ്റിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഇതിൽ ഒരു ഫൺ ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന ആൾക്കാരിൽ നിന്നും ഒരു പൈസയോ അല്ലെങ്കിൽ ഒരു ഗുണവും ആ ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുന്നുണ്ടാവില്ല. എങ്കിൽ പോലും നീ ചെയ്യണ്ട, നീ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ നിൻ്റെ ജീവിതം ജീവിക്കൂ. നിന്നെക്കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിലും, നിന്നെക്കൊണ്ട് ഈ സമൂഹത്തിനൊരു ബുദ്ധിമുട്ടില്ലെങ്കിലും, ഭാവിയിൽ സമൂഹത്തിന് ചിലപ്പോൾ ഗുണമുണ്ടായെങ്കിലും നീ ചെയ്യണ്ട, നീ പെണ്ണാണ്, നീ ഇങ്ങനെ ജീവിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ എൻ്റെ ഹസ്ബൻഡിനെ വിട്ടിട്ട് പോകുന്ന പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ കമൻ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വിട്ടിട്ട് പോകാൻ വിധിയുണ്ടെങ്കിലും അത് അങ്ങനെ തന്നെയായിരിക്കും സംഭവിക്കുന്നത്. അതിനിപ്പോൾ ഞാൻ കോളേജിലേക്ക് പോകണം എന്നൊന്നും ഇല്ലല്ലോ. അദ്ദേഹത്തിന് 5 മക്കളെ ഞാൻ പ്രസവിക്കുന്നവരെ എനിക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എന്തുവാ ഇതൊക്കെ, എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഇപ്പോൾ മെയിൻ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, എൻ്റെ പഠനം നിർത്തുക എന്നുള്ളത് ഒരുപാട് പേരുടെ വലിയൊരു കൺസേണായി അവരുടെ ഉറക്കങ്ങൾ കെടുത്തുന്നു, അവർക്ക് വിഷമങ്ങൾ ഉണ്ടാക്കുന്നു. ഞാൻ അതിന് മാത്രം എന്താ ചെയ്തതെന്ന് എനിക്കറിയില്ല. ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് ഒരു കാരണമില്ലാതെ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ കരച്ചിലൊന്നും കണ്ണിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു. പക്ഷെ എന്നെക്കുറിച്ച് എവിടേക്കോ എന്തൊക്കെയോ സംസാരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അത് പടച്ചോനെ അറിയിച്ച് തന്നതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നീടാണ് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വരുന്നത്. എൻ്റെ ഈ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങൾക്കൊന്നും ഒരു കുറവും ഇച്ചു ബേബീൻ്റെ ആ ഒരു 2-3 മണിക്കൂർ എന്നല്ലാതെ ഒരു കുറവും എവിടെയും വന്നിട്ടില്ല. ഈ ഭൂമിയിൽ എത്രയോ സ്ത്രീകൾ ഇപ്പോൾ 3 മാസം ആകുമ്പോഴേക്കും കുട്ടികളെ വീട്ടിലാക്കിയിട്ട് ആരെങ്കിലും ആക്കിയിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അവർക്കാർക്കും ഇല്ലാത്ത ഒരു പ്രശ്നം എൻ്റെ ലൈഫിൽ മാത്രം വരുന്നു. വൈ? ഐ ഡോണ്ട് നോ. അത് സ്വാഭാവികം. നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് അങ്ങനെ പല എതിർപ്പുകളും കാര്യങ്ങളും ഒക്കെ വരും. എനിക്ക് അറിയാമായിരുന്നുവെങ്കിലും പിന്നെ ഇത് ഞാൻ മാത്രം ലോകത്ത് ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നൊരു സംഭവമോ അല്ലെങ്കിൽ വീട്ടുകാർ സപ്പോർട്ട് കൊടുക്കുന്ന സംഭവം ഒന്നല്ല കേട്ടോ. എൻ്റെ ക്ലാസ്സിൽ തന്നെ വേറൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചിക്ക് 2 വലിയ മക്കളാണ്. അവരെ വിട്ടിട്ട് അവർ വരുന്നു. അവരെ പഠിപ്പിക്കുന്നത് അവരെ ഹസ്ബൻഡാണ്. ഹസ്ബൻഡ് കറക്റ്റായിട്ട് നല്ല മാർക്ക് വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഹസ്ബൻഡ് വീട്ടിലെല്ലാവരും വക്കീലും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇവർ മാത്രം എന്തിനാ അങ്ങനെ നിൽക്കണം, ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് തന്നെ വന്നത്. ഓക്കെ, അടുത്തത് ഒരു 58 അങ്ങനെ എന്തോ വയസ്സുള്ള ഒരു അങ്കിളുണ്ട്. ആ അങ്കിളുടെ മകളൊക്കെ ഡോക്ടറൊക്കെയാണ്. പിന്നെ അടുത്തത് ഞാൻ പഠിച്ചിട്ട് എന്താക്കാൻ, അതായത് ഒരു 5 വർഷം പഠിച്ചു കഴിഞ്ഞ് പിന്നെ ഒരു 10 വർഷം ആരെങ്കിലും കീഴിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 10-500 കിട്ടാൻ വേണ്ടിയിട്ടാണെന്നുള്ളത്. പൈസ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ പഠനം എന്നുള്ളത്. ഞാനങ്ങനെ ചിന്തിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഇനിയൊരു കുട്ടി എന്ന് പറയുമ്പോൾ നവീന എന്ന് പറഞ്ഞ പേര്. ആളെ ഇങ്ങോട്ടേക്ക്, അതായത് ക്ലാസ്സിലേക്ക് പറഞ്ഞേക്കുന്നത് അമ്മായിമ്മ ടിഫൻ ബോക്സൊക്കെ ആക്കിയിട്ടാണ്. അവൾക്ക് ഒരു മോനുണ്ട്. അവളുടെ മോനെ നോക്കുന്നത് അമ്മായിമ്മയാണ്. കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുട്ടികളെ നോക്കാനും വേണ്ടിയിട്ട് എനിക്ക് എത്രയും വേണ്ടപ്പെട്ട ആൾക്കാരെ പോലും ഞാൻ സമീപിക്കാറില്ല. എൻ്റെ ഒരു കാര്യം ആർക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാനും വേണ്ടിയിട്ടാണ്. പക്ഷെ എങ്കിൽ പോലും ഇതുവരെയും എന്നെക്കുറിച്ച് ചിന്തയില്ലാത്ത, എൻ്റെ ശരീരത്തിനെക്കുറിച്ച് ചിന്തയില്ലാത്ത, എനിക്കുണ്ടായ സ്ട്രെസ്സുകളെക്കുറിച്ച് ചിന്തയില്ലാത്ത കുറേ ആൾക്കാർ അതിനെക്കുറിച്ച് ഇപ്പോൾ കൺസേൺ ആവുന്നു. ഇതിനു മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന സെയിം കാര്യങ്ങൾ തന്നെയല്ലേ ഞാൻ ചെയ്യുന്നത്. കുറച്ച് സമയം മാത്രം എഡ്യൂക്കേഷൻ കിട്ടാനും വേണ്ടിയിട്ട് വീട്ടിൽ നിന്നും പുറത്തിറങ്ങുന്നത് ഇത്രയും വലിയ തെറ്റായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഗൈസ്. അപ്പം ആര് എന്ത് പറഞ്ഞു അങ്ങനെയൊന്നല്ല. പൊതുവെ കുറേ സ്ത്രീകൾക്ക് അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ടാവലുണ്ട്. കുറേ കമൻസ് അങ്ങനെ വരലുണ്ട്. ആരോ എവിടെയോ ഇരുന്ന് എന്തോ പഠിക്കുന്നു, എന്തോ ചെയ്യുന്നു, പക്ഷേ ഞങ്ങൾ അതിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്.
അതിനൊരു കാര്യം ചെയ്യാം. യെസ്, എനിക്ക് വിഷമം ഉണ്ടായി, എനിക്ക് സങ്കടം ഉണ്ടായി, ഞാൻ ഒരുപാട് രാത്രികളിൽ ഉറങ്ങാതെ കരഞ്ഞിരിക്കുന്നുണ്ട്, വിഷമിച്ചിരിക്കുന്നുണ്ട്, ക്ലാസ്സിൽ കരയുന്നുണ്ട്, ഈവൻ എൻ്റെ ടീച്ചേഴ്സ് വരെ, അതായത് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതി. കാരണം എൻ്റെ ഓരോ നിമിഷവും എൻ്റെ ചിന്ത മാറുമ്പോൾ എനിക്ക് ടെൻഷനാണ്. കാരണം വീട്ടിൽ വന്നിരുന്ന് എനിക്ക് പഠിക്കാൻ പറ്റില്ല, ഞാൻ പഠിക്കുന്നില്ല, ആ സമയം എൻ്റെ മക്കൾക്കുള്ളതാണെന്ന് പറഞ്ഞിട്ട്. അപ്പം പെട്ടെന്ന് ചിന്തകൾ ഇങ്ങനെ മാറി. ഞാൻ ഓൾവേസ് ഇപ്പോൾ ചിന്തിക്കുന്നത് ഇതിനെന്താണ് ഒരു ആൾട്ടർനേറ്റീവായിട്ട്, ആരെയും വിഷമിപ്പിക്കാത്ത രീതിയിൽ എനിക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും എന്നുള്ള ചിന്ത വരുമ്പോൾ, അയ്യോ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലല്ലോ, എൻ്റെ ക്ലാസ് നഷ്ടപ്പെടുന്നല്ലോ, എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ആയെന്ന് ആലോചിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നിർത്താതെ ഇങ്ങനെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരിക. ഞാൻ വേണം വെച്ചിട്ട് ചെയ്യല്ലോ, ഒരു ടിഷ്യൂ കയ്യിൽ ഓൾവേസ് ഉണ്ടാവും, അത് ഇങ്ങനെ തുടച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ടീച്ചർ വരെ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് ചോദിച്ചു, ആക്റ്റീവായിട്ട് ഇരിക്കുന്ന ആളാണല്ലോ, എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വന്ന് ചോദിക്കണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് വിഷമം ഉണ്ടായി എന്ന് പറയുമ്പോൾ എന്തിന് നമ്മുടെ ആ ഒരു നെഗറ്റീവ് വശം കാണിക്കുന്നു, അവർ സന്തോഷിക്കും എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, യെസ്, എനിക്ക് വിഷമം ഉണ്ടായി, എനിക്ക് സങ്കടമുണ്ട്, ഇത് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ സന്തോഷിക്കൂ. ഇതിൻ്റെ മറ്റൊരു വശം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് അവരെന്താണോ ഉദ്ദേശിച്ചത് അത് നടന്നു എന്ന് പറഞ്ഞിട്ട് അവർ സന്തോഷിക്കുകയാണ്. അതായത് ഒരു ചെറിയൊരു എല്ലിൻ കഷ്ണം അവരിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തിട്ട് യെസ്, എനിക്ക് ആ ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറയുമ്പോൾ അവർ ആ സന്തോഷം ആസ്വദിക്കുന്നു. അത് ആ എല്ലിൻ കഷ്ണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പുറത്തെ വശത്ത് നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അതിൻ്റെ 4 ഇരട്ടിക്ക് നമ്മൾ ചെയ്ത് കാണിച്ച് അവരുടെ ശ്രദ്ധ അങ്ങോട്ട് മാറ്റുക, അവരുടെ അസൂയ അങ്ങോട്ട് മാറ്റി നിർത്തി അവരുദ്ദേശിച്ചത് നടന്നു എന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് അവർ വിഷമിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ വളർന്നു കാണിക്കുക എന്നുള്ള ഒരു കാര്യം കൂടെ എനിക്കിതിൽ പറയാനുണ്ട്. ഞാൻ ഈ അനുഭവിക്കുന്ന അല്ലെങ്കിൽ പ്രഷർ, ബുദ്ധിമുട്ട് എത്രയോ ലേഡീസ് അവരുടെ വീടുകളിൽ ഇന്ന് പുറത്തു പോലും പറയാൻ പറ്റാതെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരോടാണ് കേട്ടോ എനിക്കിത് പറയാനുള്ളത്. അവർക്കുള്ള എല്ലിൻ കഷ്ണം ഇട്ട് കൊടുത്തുകൊണ്ട് അവരുടെ ശ്രദ്ധയെ മാറ്റിക്കൊണ്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് മുന്നേറുക. പക്ഷേ ഇത് പറയുമ്പോഴും എൻ്റെ ലക്ഷ്യത്തിലേക്ക് എനിക്ക് എത്താൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. കാരണം ഞാൻ ഭയങ്കര ഇമോഷണലി വീക്കായിട്ടുള്ള ഒരാളാണ്. നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഞാൻ ഭയങ്കര ബോൾഡാണ്, സിലുവിനെ പോലെ ധൈര്യം വേണം, സിലുവിനെ പോലെ ആവണം, സിലുവിനെ പോലെ ജീവിതത്തിലാവണം എന്നൊക്കെ തോന്നുമ്പോൾ, പക്ഷേ എൻ്റെ മറ്റൊരു വശമുണ്ട്, ഞാൻ ഭയങ്കര വീക്കായിട്ടുള്ളൊരു പേഴ്സണാണ്. പക്ഷേ സെയിം ടൈം എനിക്കത് അതിജീവിക്കാനുള്ള ശക്തിയും പഠിച്ചോൻ തരും എന്ന് വിശ്വസിക്കുന്നു. കാരണം നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്ന പ്രയാസങ്ങളെ ഞാൻ തരുള്ളൂ എന്നുള്ളത് പഠിച്ചോൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഒരു വിശ്വാസം എനിക്കുണ്ട്. പിന്നെ നമ്മൾ വിഷമിക്കുന്നവരെ കൂടെയാണ് പഠിച്ചോനെന്ന് പറയുമല്ലോ. ഞാൻ തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ല ചെയ്യുന്നത്, എൻ്റെ ഒരു ബേസിക് നീഡായിട്ടുള്ള എൻ്റെ ഒരു ആവശ്യമാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് പഠിച്ചോൻ എന്നെ കൈവിടൂല എന്നുള്ളൊരു പ്രതീക്ഷയും എനിക്കുണ്ട്. ഒരു സെക്കൻഡ് കേട്ടോ. ഈ ഒരു തീരുമാനം എടുക്കുമ്പോൾ യാതൊരു വിധത്തിലും എവിടെ നിന്നും ഒരു തടസ്സമോ അല്ലെങ്കിൽ ഒരു എതിർപ്പോ വരാതിരിക്കാനും വേണ്ടിയിട്ട് ഞാൻ ഒരു പ്ലാൻ തന്നെ ഇട്ടിട്ടാണ് ഇത് ചെയ്തത്. അതായത് തടസ്സങ്ങൾ വരാൻ ചാൻസ് ഉള്ള കാര്യങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ആരെങ്കിലും പൈസ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു തടസ്സമായിട്ട് വരാം. അപ്പോൾ അതിനും വേണ്ടിയിട്ട് സ്വന്തമായിട്ട് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി കിട്ടാനും വേണ്ടിയിട്ടുള്ള എത്രയോ കാലങ്ങളുടെ കാത്തിരിപ്പ് ഇതിലുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബാധ്യതകൾ പിടിച്ച് നിർത്തിയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിലും തടസ്സങ്ങൾ വരാം. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്കുകളിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു തടസ്സം വരികയാണെങ്കിലും ഇവർ പറയാം അത് പറ്റൂല എന്നുള്ളത്, ആരെങ്കിലുമൊക്കെ പറയാം. അപ്പോൾ ഈ പറയുന്ന എല്ലാ ചാൻസസും ക്ലോസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ഒരു എൻ്റെ എഡ്യൂക്കേഷൻ എന്നുള്ള എൻ്റെ ഒരു ബേസിക് നീഡായിട്ടുള്ള എൻ്റെ ഒരു അടിസ്ഥാന ആവശ്യമായിട്ടുള്ള ഒരു സംഭവത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത്. എങ്കിൽ പോലും അത് ഒരു പെണ്ണ് എന്ന നിലക്ക് ചെയ്യണ്ടെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഏറ്റവും നിങ്ങൾക്ക് കേട്ടാൽ കോമഡി ആയിട്ട് തോന്നുന്നൊരു സംഭവമുണ്ട്. ഞാൻ വല്ല ഓപ്പറേഷനൊക്കെ ചെയ്ത് വല്ല ആണായാലോ, അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ആൾക്കാർക്ക് ആ ഒരു കൺസേൺ ഉണ്ടാവില്ലല്ലോ, അത് ചെയ്യാൻ പാടില്ല. പക്ഷെ അതുവരെ ചിന്തിക്കാൻ, കാരണം ഒരു പെണ്ണായതുകൊണ്ട് മാത്രം എൻ്റെ അവകാശങ്ങൾ ബാക്കിയുള്ളവർ എടുക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്ന സമയത്ത് നമുക്കിങ്ങനെ പല കാര്യങ്ങളും തോന്നൂലേ. ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു വിഷമം പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇത് ഞാൻ ഇത്രയും പറയാൻ കാരണം ചിലർക്ക് അതൊരു മോട്ടിവേഷനായിട്ട് കിട്ടാം, ചിലർക്ക് പിന്നെ കുറേ ആൾക്കാർ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവരുടെ പോലെയല്ല. എന്നെ അവരുടെ ഒരു സിസ്റ്ററായിട്ട് അല്ലെങ്കിൽ ഒരു മകളായിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഫ്രണ്ടായിട്ട് ഒക്കെ കാണുന്ന
അത്രയും ആത്മാർത്ഥതയുള്ള ആൾക്കാരാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ അവർ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സമാധാനം എനിക്ക് കിട്ടും, എനിക്ക് നല്ലൊരു ഡിസിഷൻ എടുക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. പ്രാർത്ഥിക്കുക, അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും. പഠനം നിർത്താനാണ് പഠിച്ചോൻ്റെ വിധിയെങ്കിൽ അത് അങ്ങനെ തന്നെയായിരിക്കും സംഭവിക്കുക, വിഷമങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനെന്തെങ്കിലും ഒരു ആൾട്ടർനേറ്റീവ് ഉണ്ടാവുമായിരിക്കും, ബദൽ സംവിധാനം എന്നൊക്കെ പറയില്ലേ. ഇനി അതല്ല തുടർന്ന് പോവുകയാണെന്നുണ്ടെങ്കിലും ഞാൻ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കും. അതൊക്കെ തരണം ചെയ്യാനുള്ള ഒരു ശക്തി കിട്ടാനും വേണ്ടിയിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ അത്രയ്ക്കും ഫ്രസ്ട്രേറ്റഡ് ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്തത്. എനിക്കൊരു സമാധാനം കിട്ടിയിരിക്കും എന്ന് വിചാരിച്ചിട്ട്. പിന്നെ കമൻസൊക്കെ ഇട്ടോളൂ, നിങ്ങൾ എന്ത് വേണമെങ്കിലും പറയാനുള്ള ലൈസൻസ് ആണല്ലോ ഈ കമൻറ്റ് ബോക്സ് എന്ന് പറയുന്നത്. റിപ്ലൈയും ചെയ്യാനുള്ള ലൈസൻസ് എനിക്കും കൂടെ ഉണ്ട് എന്നുള്ള ഒരു ബോധത്തോടെയൊക്കെ വേണം ഇടാൻ. പക്ഷെ ഞാൻ ഇപ്പം അങ്ങനെയൊന്നും കമൻസിന് റിപ്ലൈ ഒന്നും കൊടുക്കാറില്ല. അതിനുള്ളൊരു മാനസികാവസ്ഥയും ഇല്ല, ടൈമും ഇല്ല. ടൈം ഭയങ്കര പ്രഷ്യസ് ആണ്, ഭയങ്കര വിലപ്പെട്ടൊരു സംഭവമാണ് ഈ ടൈം എന്ന് പറയുന്നത്. അപ്പം അതിനു വേണ്ടിയിട്ട് സമയം ഞാനിപ്പോൾ കളയാറില്ല. പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും, അവർക്ക് അതിലൊരു ആത്മസംതൃപ്തിയല്ലേ, ആ ഒരു ആത്മസംതൃപ്തി ഞാൻ തന്നിരിക്കുന്നു കേട്ടോ.